വടകരയിൽ ആരാണ് മുൻപിൽ? കഴിഞ്ഞ തവണ 6 പോയിന്റിന്റെ ലീഡാണ് പി മാർക്ക് മാതൃഭൂമി ന്യൂസ് ഒപ്പീനിയൻ പോൾ കെ ശൈലജയ്ക്ക് കൊടുത്തത്. നമ്മുടെ ഒന്നാം ഘട്ടത്തിൽ 6% വ്യത്യാസത്തിൽ കെ ശൈലജ എത്തിയിരുന്നു. അവിടെ ഷാഫി വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓളം രണ്ടാം ഘട്ടത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയാനുള്ളത്. അതുപോലെ തന്നെ BJP എങ്ങനെ പോകുന്നു എന്നുള്ളതും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും കെ ശൈലജ ഇതിനോടകം ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാകുമോ ഷാഫി പറമ്പിൽ? അവിടെ യുവാക്കളെയൊക്കെ കയ്യിലെടുക്കുന്നു. വലിയ ആൾക്കൂട്ടം ഷാഫിയുടെ പരിപാടികൾക്കുണ്ടാകുന്നു. രണ്ട് പക്ഷവും മത്സരിച്ച് വലിയ റോഡ് ഷോകൾ, റാലികളൊക്കെ നടത്തുന്നു. ശരിക്കും ഇലക്ഷന്റെ ആവേശം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് പോയി കണ്ടറിയണമെങ്കിൽ അത് വടകരയിൽ ചെല്ലണം. വടകര ഇതിനു മുൻപും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, വടകര ഇതിനു മുൻപും പലതരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം നേടിയ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അത് ആ രാഷ്ട്രീയത്തിനനുസരിച്ച് അങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയമായി തന്നെ ചിന്തിക്കുകയും രാഷ്ട്രീയമായി വിധി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യമുള്ള മണ്ഡലമാണ് വടകര. ഇത്തവണ എന്താകുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. തീർച്ചയായും ഒരു പ്രസ്റ്റീജ് ഫൈറ്റ് ആണ്. ഇടതുപക്ഷത്തിന് തോൽക്കാൻ വയ്യ. അവരുടെ കടത്തനാടൻ കോട്ട കൈവിടുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ 2009 മുതൽ ഇങ്ങോട്ട് എടുത്താൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നു, കെ മുരളീധരൻ ജയിക്കുന്നു, CPM-ന്റെ കോട്ട കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു. അത് തിരികെ പിടിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. എൻ ഷംസീറിന് പറ്റിയില്ല, പി ജയരാജന് പറ്റിയില്ല. കെ ശൈലജ എന്ന സംസ്ഥാനത്തെ CPM-ന്റെ ഏറ്റവും പോപ്പുലറായ നേതാവിനെ രംഗത്തിറക്കിയത് ആ കോട്ട തിരിച്ചു പിടിക്കാൻ തന്നെയാണ്. അങ്ങനെ കോട്ട തിരിച്ചു പിടിക്കാനുള്ള ശ്രമം CPM നടത്തുമ്പോഴും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികളുടെ പേരിൽ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധം, ഇതൊക്കെ CPM-ന്റെ അടിത്തറ അവിടെ ചെറിയ രീതിയിലെങ്കിലും ഇളക്കുന്നതിൽ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വലിയ രീതിയിൽ CPM തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ലോക്സഭയിൽ എന്തുകൊണ്ട് CPM പരാജയപ്പെടുന്നു എന്നുള്ളത് CPM തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിലാണ് പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത്. വടകര മണ്ഡലത്തിലാണ്. അപ്പോൾ അക്രമ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നു. ഷാഫി പറമ്പിലിന്റെ സ്വീകാര്യത വേഴ്സസ് കെ ശൈലജ ടീച്ചറുടെ സ്വീകാര്യത. ഞാൻ വടകരയിൽ കണ്ട ഒരു കാര്യം പറയട്ടെ. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ളത് വടകരയിലാണ്. കാരണം ടീച്ചറെ അങ്ങനെ ഭരണത്തിന്റെ പ്രതിനിധിയായിട്ട് ജനങ്ങൾ കാണുന്നില്ല. ഒരു കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രി ആയിരുന്നപ്പോൾ വളരെ പോപ്പുലർ ആയിരുന്നതാണ്. അല്ല, അത്തരമൊരു സ്വീകാര്യത അല്ലെങ്കിൽ ആ ജനപ്രിയത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കെ ശൈലജയെ അവിടെ വടകരയിൽ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചത്. മറ്റു പല പോരായ്മകളുണ്ടെങ്കിലും ഇപ്പോൾ ഈ അക്രമ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തി CPM-നെതിരെ പ്രചരണം നടക്കുമ്പോഴും അതിനെല്ലാം മറികടക്കാൻ കഴിയുന്ന നേതാവ് എന്നുള്ള രീതിയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് CPM കെ ശൈലജയെ കൊണ്ടുവന്നത്. അത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് അറിയാനുള്ളത്. തീർച്ചയായും വടകരയിൽ ഒരുപാട് രാഷ്ട്രീയ അടിയൊഴുക്കുകളുണ്ട്. വനിതകളിലൊക്കെ, സ്ത്രീകളിൽ, കുടുംബിനികളിലൊക്കെ കെ ശൈലജ ടീച്ചർക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം, അവർ ഒരു വനിതാ മന്ത്രി എന്നുള്ള നിലയിൽ, ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയിട്ടുള്ള പോപ്പുലാരിറ്റി, അത് CPM-നെ സംബന്ധിച്ച് ട്രംപ് കാർഡാണ്. ഒപ്പം മറ്റ് സാമുദായിക സമവാക്യങ്ങളൊക്കെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്ന പാരമ്പര്യമുള്ള വടകരയിൽ അന്തർധാരകളും അടിയൊഴുക്കുകളും വേറെയുമുണ്ട്. അടിയൊഴുക്കുകൾ, അന്തർധാരകൾ, അതുപോലെ തന്നെ സാമുദായികമായ ധ്രുവീകരണത്തിന് വലിയ രീതിയിലുള്ള സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. തീർച്ചയായും കടത്തനാടൻ അങ്കത്തട്ടിൽ ആരാണ് വിജയിയാവുക? ആർക്കൊപ്പമാണ് വടകര? കാത്തിരിക്കേണ്ട. ഇനിതാ പ്രേക്ഷകരുടെ സ്ക്രീനിൽ വടകരയുടെ പ്രൊജക്ഷൻ. വടകരയിൽ ആര്? 44% 41% ഷാഫി പറമ്പിൽ. കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യാസം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 6% വ്യത്യാസത്തിൽ കെ ശൈലജ മുന്നിലായിരുന്നെങ്കിൽ ഇപ്പോൾ വെറും 3% വ്യത്യാസം മാത്രമേ ഷാഫിയും കെ ശൈലജയും തമ്മിലുള്ളൂ. പോരാട്ടം കടക്കുകയാണ്. ഷാഫി പറമ്പിൽ കളത്തിൽ ഇറങ്ങിയതിന് ശേഷം വടകരയുടെ ഗ്രൗണ്ടിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ പ്രൊജക്ഷൻ അനുസരിച്ച് 35% വോട്ടാണ് UDF-ന് പറഞ്ഞിരുന്നതെങ്കിൽ അത് 41 കൂടുന്നു. അതായത് ഷാഫി വന്ന് കളം പിടിച്ചതിന് ശേഷം 6% വർധനവ് അവിടെ ഉണ്ടായിരിക്കുന്നു. ടീച്ചറെ സംബന്ധിച്ച് 41 നിന്ന് 44 ആകുന്നു. അപ്പോൾ ഷാഫി 35 നിന്ന് 41 ഇതിനോടകം ഉയർത്തിയിരിക്കുന്നു. ഇനിയുണ്ട് 11 ദിവസം. ഇനി 11 വ്യത്യാസം. ഇനിയും അത് ഒരുപക്ഷെ അടുക്കാം. അതുപോലെ തന്നെ CPM കുറെ കൂടി നില മെച്ചപ്പെടുത്താം. അങ്ങനെ പല സാധ്യതകളുണ്ട്. ഏതായാലും വടകര ഇതുവരെ കാണാത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.